തിരുവല്ല അതിഭദ്രാസനത്തിനു വേണ്ടി നടത്തിയ പട്ടംകോട് ശുശ്രൂഷയിൽ അഭിവന്ദ്യ കാതോലിക്ക ബാവതിരുമേനിയുടെ പ്രസംഗം. ഈ അനുഗ്രഹത്തിൻ്റെ നാളുകളിൽ വിശിഷ്ടമായ ഒരു കൃപ നൽകി സ്വർഗം ഈ പ്രഭാതത്തിൽ നമ്മെ വീണ്ടും അവിടുത്തെ വാത്സല്യവും കാരുണ്യവും അറിയിച്ചിരിക്കുകയാണ്. ദൈവം മനുഷ്യനായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പക്കലേക്ക് വന്ന് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ച് പോകാതെ ഇരിക്കണമെന്നും അവർ നിത്യജീവൻ പ്രാപിക്കണമെന്നുമുള്ള ആഗ്രഹത്തിൽ ദൈവപിതാവ് അവിടുത്തെ പുത്രനെ നമുക്ക് നൽകുന്നതിന് തക്കവിധം വലിയ സ്നേഹം പ്രകടമാക്കിയ ക്രിസ്തുമസിൻ്റെ ഈ അനുഗ്രഹീതമായ കാലത്ത് ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സുവിശേഷമായി തീരുന്നതിന് അഭിഷേകം ചെയ്യപ്പെട്ട് സഭയിൽ പൂർണ്ണമായ സമർപ്പണ ശുശ്രൂഷയ്ക്കായി നമ്മുടെ ഈ നവാഭിഷിക്തർ ഇതാ നിയോഗിതരായിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും നിറവിലും അഭിഷേകത്തിലും അവർ യേശുവിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലും യേശുവിനെ പോലെയും യേശുവായും പ്രവർത്തിപ്പാൻ ഇതാ നിയോഗിതരാകുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ പേര് ചൊല്ലി വിളിക്കപ്പെട്ട ഇവർ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ വലിയ നിധി മൺപാത്രങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വിശ്വാസപൂർവം ബോധപൂർവം സ്വീകരിച്ചുകൊണ്ട് തങ്ങളെ തന്നെ ദൈവത്തിന് മുമ്പാകെ അവർ സമർപ്പിക്കുന്നു. ദൈവത്തോട് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ സഭയെ സംബന്ധിച്ച് പുനരൈക്യ ശുശ്രൂഷയുടെ ശതാബ്ദിയിലേക്ക് ദൈവവചനത്തിൻ്റെ ഒരു നിറവിൽ ഒരുക്കത്തോടുകൂടി പ്രവേശിച്ചിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് ബലിപീഠത്തിന് വലം വയ്ക്കാൻ, ബലിപീഠത്തിന് ചുറ്റും കാവൽ നിൽക്കാൻ, ബലിയായി തീരുവാൻ ഇതാ നവാഭിഷിക്തരായ ഈ മക്കൾ സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ വലിയ കൃപാവരം ലോകത്തിന് നൽകുന്നതിന് നിയോഗിതരായ ഇവർ തിരുവല്ല അതിരൂപതയിലെ വൈദിക സംഘത്തിൽ കൂട്ടായ്മയിൽ ചേർന്ന് നിന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെയും ആഗമാന കത്തോലിക്ക സഭയെയും തിരുസഭയെയും അവർ ബലപ്പെടുത്തുകയാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിസ്സാരമായതല്ല അവരുടെ ജീവിതത്തിൻ്റെ തിരഞ്ഞെടുപ്പും അവർ നൽകിയ പ്രത്യുത്തരവും. എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ ആയുസ് മുഴുവൻ ദൈവത്തിന് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഈ നവാഭിഷിക്തരായ 5 വൈദികരും അവർ തിരുസഭയിലൂടെ ദൈവത്തിന് അസാധാരണമായ ഒരു സമർപ്പണം നൽകുകയാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, അവിടുത്തോട് നന്ദി പറയുന്നു. അവരുടെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരുക്കി അനുഗ്രഹിച്ച് ഈ ത്രോണോസിനോട് ചേർന്ന് നിൽക്കുവാൻ അവരെ പ്രാപ്തരാക്കിയവരാണ്. മാതാപിതാക്കളിൽ നിന്നാണ് ഈ മക്കൾ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയുടെ വലിയ അനുഭവത്തിലേക്ക് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളിന്ന് അനുഗ്രഹീതരാണ്. നിങ്ങളുടെ ഈ മദ്ബഹായുടെ മുൻപിലുള്ള നിങ്ങളുടെ ഈ പ്രത്യേക ഇരിപ്പിടത്തെ നോക്കിയല്ല, നിങ്ങൾക്ക് സ്വർഗം നൽകുന്ന വലിയ അനുഗ്രഹത്തെ ഓർത്താണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, ബലിയർപ്പിക്കുമ്പോൾ നിങ്ങളെ
പരിശുദ്ധ ദ്രോണോസിൽ സ്മരിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും ഇവർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്, എല്ലാ കുർബാനയിലും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത്. പുരോഹിതന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതുതന്നെയാണ്. ആവർത്തിച്ച് ഓർമ്മിക്കുന്ന പരിശുദ്ധ കുർബാനയിലെ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം, നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ഈ ഭൂമിയിൽ നിന്ന് മാറി നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഒരു മകൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ ത്രോണോസിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നിങ്ങളുടെ വലിയ അനുഗ്രഹം. അത് നിങ്ങൾക്കെല്ലായ്പ്പോഴും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മക്കളെ സഭയ്ക്ക് നൽകാൻ, പുരോഹിതരായി നൽകാൻ നിങ്ങൾ കാട്ടിയ മനസ്സിന് സഭയുടെ നാമത്തിൽ അഭിനന്ദ അതിരൂപതാധ്യക്ഷനോട് ചേർന്ന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾ തലമുറകളിലേക്ക് ഐശ്വര്യത്തോടെ ജീവിക്കുമാറാകട്ടെ. കൊച്ചച്ഛന്മാർക്ക് ആവശ്യമായ ഉപദേശം അഭിനന്ദ പിതാവ് ഈ പരിശീലന കാലത്തും പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരവും ഇന്നും ഒക്കെയായി നൽകിയത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പ്രിയപ്പെട്ട നവാഭിഷിക്തരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ലോകത്തിലാണെങ്കിലും നിങ്ങൾ ലോകത്തിൻ്റെതല്ല എന്ന് കർത്താവ് പറഞ്ഞത് നിങ്ങൾ വ്യത്യസ്തമായി അനുഭവിക്കാൻ പോവുകയാണ്. സെമിനാരി പഠിക്കുമ്പോൾ പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന് കാര്യങ്ങളെയെല്ലാം കണ്ടുകൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ വരികയാണ്. സെമിനാരിയിൽ നിങ്ങൾ നാടകം കളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഡ്രാമയാണ്. നിങ്ങൾ വലിയ കലാ സാഹിത്യ രംഗത്ത്, കായിക രംഗത്തൊക്കെ വലിയ മികവ് കാട്ടിയിട്ടുണ്ട്. സെമിനാരിയിൽ മൈം കാണിച്ചിട്ടുണ്ട്. മൈം കാണിക്കുമ്പോഴുള്ള പ്രത്യേകത, ഇതേത് ആർട്ടിസ്റ്റാണെന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്തതുപോലെയുള്ള പ്രത്യേക സംവിധാനമാണല്ലോ. മുഖത്തും ശരീരത്തുമെല്ലാം ഏതൊരു രൂപമെന്നല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ ത്രോണോസിൻ്റെ മുമ്പിലേക്ക് മദ്ബഹായുടെ മറ മാറ്റി നിങ്ങൾ രംഗത്ത് കർത്താവിൻ്റെ നാമത്തിൽ വന്നിരിക്കുകയാണ്. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ അനുദിനവും റെക്കോർഡുകൾ സ്ഥാപിക്കുന്ന മനുഷ്യരെ നമ്മുടെ ചുറ്റുമുണ്ട്. അനിതര സാധാരണമായ വൈഭവം കാണിക്കുന്ന ആളുകളുടെ മുമ്പിൽ സെമിനാരിയിൽ പഠിച്ച ചെറിയ ചെറിയ നമ്മുടെ വിദ്യകൾ കൊണ്ടൊന്നും അതിനെ അതിജീവിക്കാൻ സാധിക്കില്ല. MBOCയിൽ കുട്ടികളെ ഒരു ഡാൻസ് പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പൗരോഹിത്യത്തിന് അഭിഷേകം കൂടി എന്ന് പറയാൻ എനിക്ക് ത്രാണി വരുന്നില്ല. ഇസാ മറിയം എന്ന് പറയുന്ന ഒരു കൊച്ചു മകളെയും അവളുടെ മകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവളുടെ പിതാവും അവളുടെ വികാരിച്ചനും കൂടി ഒരാഴ്ച മുമ്പ് എന്നെ കാണാൻ വന്നു. ഇസാ മറിയം എന്ന മകൾക്ക് 2.5 വയസ്സാണ്. കലയപുരം, നമ്മുടെ കൊട്ടാരക്കര വൈദിക ജില്ലയിലെ കലയപുരത്ത് ഇടവകയിലാണ് ആ മകള്. 2.5 വയസ്സുള്ള ഇസാ മറിയം ഗിന്നസ് ബുക്കിൽ കയറിയിട്ടാണ് അവളുടെ പിതാവ് എൻ്റെ അടുക്കൽ വന്നത്. അവളുടെ റെക്കോർഡ് ഇതാണ്: 1/2 കിലോമീറ്റർ ദൂരം 5 മിനിറ്റ് 13 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തിയതാണ് 2.5 വയസ്സുകാരി. 1/2 കിലോമീറ്റർ 5 മിനിറ്റ് 13 സെക്കൻഡ് കൊണ്ട്. സെമിനാരിയിൽ വിയർപ്പ് രോഗം ധാരാളമുള്ളവരുള്ളത് കൊണ്ട് ഈ റെക്കോർഡിനെ കുറിച്ച് വലിയ മതിപ്പ് കാണില്ല. 2.5 വയസ്സുള്ള ഇസാ മറിയം റെക്കോർഡ് സ്ഥാപിച്ചിട്ട് അവളുടെ പിതാവ് വികാരിച്ചൻ വന്ന് പറഞ്ഞു, പിതാവ് ഇങ്ങനെയൊരു റെക്കോർഡുണ്ട്. ഞാൻ പറഞ്ഞു,
2-ാം തീയതി കത്തീഡ്രലിൽ ഈ മോളെ കൊണ്ടുവരാമെങ്കിൽ നമ്മുടെ പിതാക്കന്മാരും അച്ഛന്മാരും നമ്മുടെ സഭയുടെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊന്ന് കാണട്ടെ. പ്രിയപ്പെട്ട അച്ഛന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, റെക്കോർഡ് സ്ഥാപിച്ച് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെയോ യുവതി യുവാക്കളെയോ നാം കീഴ്പ്പെടുത്താം എന്ന് അങ്ങനെ കരുതണ്ട. 2.5 വയസ്സുള്ള ഈ മകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു പ്രതീകാത്മകമായി. നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ഹുദാശപരമായ ഒരു വഴിതുറക്കൽ, അതിൽ നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ ലോകം കാണട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ വഴികൾ അസാധാരണമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ കാണുന്നതിന് ദൈവമക്കൾക്ക് ഇടയാകട്ടെ. സഭയ്ക്ക് വേണ്ടി എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ആശംസയും സന്തോഷകരമായ പ്രാർത്ഥനയും ഇതാണ്. നമ്മുടെ പുനരേക്യ ശുശ്രൂഷയുടെ ശതാബ്ദിയിലേക്ക് ഒരുങ്ങുമ്പോൾ ഒരുക്കത്തിൻ്റെ സമ്മാനമായി സഭ ഏറ്റുവാങ്ങിയ അമൂല്യമായ പൗരോഹിത്യത്തിൻ്റെ നിധിയാണ് നിങ്ങളിലൂടെ സ്വീകരിക്കുക. നിങ്ങൾ ദൈവകരുണയുടെ പുതിയ വഴികൾ വെട്ടിത്തുറക്കുന്നവരും ദൈവകരുണയുടെ ഉദാശയായി മാറുന്നതിനും സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും സന്തോഷപൂർവ്വം ഞാൻ നേരുന്നു. നല്ല മിടുക്കരായ, സ്നേഹമുള്ള, ബോധ്യമുള്ള, പൗരോഹിത്യത്തെക്കുറിച്ച് ഉൾബോധ്യമുള്ള നവവൈദികരാണ് ഇവർ. സെമിനാരിയിൽ ഇവരുടെ ക്ലാസ് മുറിയിൽ കുറേ സമയം ഇവരോടൊത്ത് ചെലവഴിക്കുന്നതിന് എനിക്ക് ഒരു ഭാഗ്യവും അവസരവും ഉണ്ടായിട്ടുണ്ട്. സഭയുടെ എക്യുമെനിക്കൽ ശുശ്രൂഷയെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ ഒരുമിച്ചുള്ള കെട്ടുപണിയെക്കുറിച്ച്, കർത്താവും നാഥനും രക്ഷിതാവുമായി യേശുവിനെ ഒരുപോലെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ സഹകരിക്കാവുന്ന മേഖലകളെക്കുറിച്ച് ഇവരോട് സംസാരിക്കുന്നതിനും ഇവരെ കേൾക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും സഭ ആഗ്രഹിക്കുന്നത് അതുപോലെ അവരോട് പങ്കുവയ്ക്കുന്നതിനും ഒരവസരം ഉണ്ടായിട്ടുണ്ട്. സമൃദ്ധരായ ദൈവാനുഗ്രഹമുള്ള ഈ മക്കളിപ്പോൾ സഭയുടെ പുരോഹിതരാണ്. നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും സഭയുടെ അഭിനന്ദനങ്ങളും നിരന്തരമായി നിങ്ങളിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ കൃപയുടെ നിറവും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അഭിനന്ദ പിതാവിനെ പ്രത്യേകം സന്തോഷത്തോടുകൂടി ഞാൻ അഭിനന്ദിക്കുന്നു. അതിരൂപതയിൽ വൈദികരുടെ ക്ഷാമം ഒക്കെ പരിഹരിക്കപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈദികർ ധാരാളമായി സന്നിഹിതരായിരിക്കുമ്പോൾ പൗരോഹിത്യം ജീവനുള്ളതാകണമെങ്കിൽ നാം പുതിയ സ്ഥലങ്ങളിൽ പ്രേക്ഷിത ശുശ്രൂഷകളിൽ വ്യാപരിക്കണം. നമ്മുടെ ഗ്രാമവും ജില്ലയും സംസ്ഥാനവും ഒക്കെ കടന്ന് പോകുമ്പോൾ ആത്മാക്കൾ എവിടെയെല്ലാം ഉണ്ടോ അവരെ ശുശ്രൂഷിപ്പാൻ നമുക്ക് സാധിക്കുന്ന മനസ്സിൻ്റെ ഒരു സമർപ്പണം വിശാലമായി സഭയെ ഭരിക്കണം. നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അഭിമന്യ പിതാവിൻ്റെ മേൽപ്പെട്ട ശുശ്രൂഷ ബലപ്പെടുന്നു. അഭിമന്യ പിതാവിന് ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ എല്ലാവരുടെയും സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ നവവൈദികരെ പരിശീലിപ്പിച്ചിട്ടുള്ള ഇടവകയിലെ വികാരിയച്ഛൻ മുതൽ മേജർ സെമിനാരിയിലെ റെക്ടറച്ഛൻ വരെയുള്ള എല്ലാവരോടുമുള്ള നന്ദി സഭയുടെ നാമത്തിൽ അറിയിക്കുന്നു. ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ പുതിയ വർഷത്തിൽ സന്തോഷത്തോടെ, ഭയം കൂടാതെ, സമാധാനത്തിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാനും പ്രഘോഷിക്കാനും കഴിയുന്ന അനുഗ്രഹീതമായ നാളുകൾ സ്വർഗം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച്
എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. പരിശുദ്ധമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിന് ദൈവം എന്നെയും അനുവദിച്ചതിന് അവിടുത്തോട് നന്ദി പറയുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അഭിനയ ഗോറിലോസ് പിതാവും ഞാനും ഈ അതിരൂപതയുടെ ശുശ്രൂഷയിൽ ചരിത്രത്തിൽ മേൽപ്പട്ടക്കാരായി ശുശ്രൂഷിച്ചിട്ടുണ്ട്. അഭിനയനായ യൂലിയോസ് പിതാവ് ഇവിടെ സന്നിഹിതനാണ്. അഭിനയ സിൽവാനോസ് പിതാവ് ഇവിടെ സന്നിഹിതനാണ്. ഈ ത്രോണോസിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിന് ഇവിടെ നിന്ന് സ്ലീഹന്മാരുടെ പിൻഗാമി എന്ന നിലയിലുള്ള ശുശ്രൂഷ ചെയ്യുന്നതിനൊക്കെ പൗരോഹിത്യത്തിൻ്റെ നിറവിലും മേൽപ്പെട്ട ശുശ്രൂഷയുടെ നിയോഗത്തിലും അനുഗ്രഹവും ഭാഗ്യവും ലഭിച്ച ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുവാൻ, ഈ സമയത്ത് ഒരുമിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കുവാൻ സ്വർഗം തന്ന വലിയ കൃപയ്ക്ക് അവരോട് ചേർന്ന് ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.